ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എന്തുകൊണ്ട് കുട്ടികളിൽ കൗമാരപ്രായക്കാരിൽ ഇങ്ങനെയുള്ളൊരു കുറ്റവാസന കൊല്ലാൻ എത്തുന്നിടത്ത് വരെ എത്തിയിട്ടുള്ള ഈ ഒരു കുറ്റവാസന വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള ചില നിയമങ്ങളാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ അത് പറയാതിരിക്കാൻ വയ്യ. സമൂഹം എന്ന് പറയുന്നത് വിവിധ ജാതി, വിവിധ മതങ്ങൾ, വിവിധ വിശ്വാസങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമാണ് സമൂഹം. അതിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷേ സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് അവർ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇതേ സമൂഹത്തിൻ്റെ ഒരു പ്രതിബിംബമായിട്ട് കാണേണ്ടതാണ് വിദ്യാലയങ്ങൾ. അപ്പോൾ ഈ സാമൂഹിക ജീവിതത്തിൽ ഭംഗം വരുത്തുന്ന അല്ലെങ്കിൽ സാമൂഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമാണ്. അങ്ങനെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിൽ മൊത്തത്തിൽ അത് നാശമായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പോലീസ് സംവിധാനങ്ങളും അതുപോലെ കോടതിയും നിയമങ്ങളും ശിക്ഷകളൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഒരിക്കലും ഒരു തെറ്റാണെന്ന് ഒരാളും പറയുന്നില്ല. സമൂഹത്തിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള റൈറ്റ് പോലീസുകാർക്കും അതുപോലുള്ള ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾക്കും കൊടുത്തതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകുന്ന ലോ ആൻഡ് ഓർഡർ വയലേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം അധ്യാപകർക്ക് ഉണ്ടായിരുന്നത് അധ്യാപകരിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. തെറ്റുകൾക്ക് ശിക്ഷിക്കണമെന്നല്ല, തെറ്റുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ആവർത്തിക്കുമ്പോൾ ശിക്ഷകൾ കൊടുക്കുക എന്നുള്ളത് നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കാണണം. അതിന് കുട്ടികൾ മുതിർന്നവർ എന്നുള്ള വ്യത്യാസമല്ല. മുതിർന്നവർക്ക് ശിക്ഷയുടെ രൂപവും കുട്ടികൾക്കുള്ള ശിക്ഷയുടെ രൂപവും മാറ്റം വരുത്താമെന്നല്ലാതെ ശിക്ഷ കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ സാമൂഹിക ജീവിതം താറുമാറായി പോണത്.